എല്ലാത്തിനും ഏത് നേരവും ഭയങ്കരമായിട്ട് അന്ധവിശ്വാസം കൂടുതലാണ്. ഏതിനും അന്ധവിശ്വാസം ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഈ എന്തെങ്കിലും ഉടനെ കൊച്ചിന് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടോത്രമൊക്കെ ചെയ്തതാണ് മറ്റേ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിലേക്കാണ് നേരെ ഓടുകയാണ്. അമ്പലത്തിൽ പോയി ഏത് നേരം കുറേ പൈസ കളയും. അപ്പം അത് ഞാൻ ചോദിക്കും, അങ്ങനെ പൈസ കളയണത് ഒന്നും ചിലവാവണതല്ല, ചിലവിൽ പെടില്ലെന്ന് ചോദിച്ചു. ആ പൈസ കൂട്ടി വെച്ചാൽ ഈ കൊച്ചിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാനായിക്കൂടെ എന്ന് ചോദിക്കും. അപ്പം അതൊക്കെ ചോദിക്കുമ്പോൾ കൂടുതലും ഇതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവണത് തന്നെ, അടിയും വഴക്കും. അമ്പലത്തിൽ ഏത് നേരം പോകണം, അതപ്പം എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിശ്വാസം നല്ലതാ, പക്ഷെ അത് കൂടുതലാവരുതെന്നുള്ളൂ. ഇത് ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസമാണ്, കൂടുതൽ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസമായിട്ട് പോകാണ്ട് അല്ലാതെ ഉണ്ട്. കുഞ്ഞിൻ്റെ അവിടെ എല്ലാവർക്കും അസുഖങ്ങൾ വന്നാലും ഇതേപോലെ ഓരോരോ ഇതായിട്ട് വരും. പൂജ മോശമായിട്ടല്ല, ഇതിനായിട്ട് ഭഗവത് സേവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും. അതിങ്ങനെ ഓരോരുത്തർ പ്രൈവറ്റായിട്ട് വണ്ടി ഓടിക്കാനും പോകുന്ന ആളാണ്. അപ്പോൾ ഓട്ടോ ഒക്കെ കിട്ടണത് കുറവായത് ആൾക്കാർ ചെയ്യണ കൂടോത്രം കൊണ്ടാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ അന്നേരം ആണ് കൂടുതലായിട്ട് അമ്പലങ്ങളിലും പിന്നെ എല്ലാം പോയി ഇതാവുകയാണ്, പൂജ വയ്ക്കലും ഇതൊക്കെയാണ്. അപ്പം ഞാൻ പറയും ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ പോരെന്ന് പറയും. വെറുതെ വിശ്വാസം വേണം, കുറച്ച് പോരെന്ന് ചോദിച്ചു ഞാൻ. പക്ഷെ അവർ കേൾക്കില്ല അതൊന്നും. അവസാനം ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഇതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്നേരം ജോലിക്ക് പോവാതെ എനിക്ക് ജോലിക്കൊന്നും പോകാനുള്ള കഴിവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതാവുമല്ലായിരുന്നു. എനിക്ക് പറ്റണ ജോലി ഞാൻ നല്ലതാണ് പറയും. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞറിഞ്ഞ് മനസ്സ് മടുപ്പിക്കുക. എനിക്ക് ജോലിക്ക് പോകാനുള്ള കഴിവില്ലാതെ ഉള്ള രീതിയിലാണെന്നൊക്കെ പറഞ്ഞ് പക്ഷെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. എൻ്റെ കൊച്ചിൻ്റെ ഭാവിയും കൂടി ഓർത്തിട്ട് അവിടെ ഇത്രയും ദിവസം കടിച്ചിരുന്നേ. ഇങ്ങനെയല്ല, എൻ്റെ ഇതായിട്ട് കൊച്ചിന് ഇതൊക്കെ ഓർത്ത് അപായപ്പെടുത്തുന്നല്ല, തല്ലിക്കൊന്ന് ഇതാക്കുന്നൊക്കെ പറയും എന്നെ ഇടയ്ക്കിടയ്ക്ക്. കൊച്ചിന് 10-12 വയസ്സ് വരെ എന്നെ ആവശ്യമുള്ളൂ, അത് കഴിഞ്ഞ് ആവശ്യം ഉണ്ടാവില്ല, അന്നേരം തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അച്ഛനൊക്കെ വന്ന് അന്ന് വൈകുന്നേരം എന്നെ തല്ലിക്കൊല്ലുന്നൊക്കെ, വൈകുന്നേരം തല്ലിക്കൊന്ന് കിണറ്റിലിട്ട് ആരും ചോദിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാവുമായിരുന്നു, പറയുമായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർക്ക് അറിയാം, അവർ ഇതായിട്ട് പറഞ്ഞതാ അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോകാനൊക്കെ പറഞ്ഞ് ഇതായി. പക്ഷെ പുള്ളിക്കാരന് അതൊന്നും താല്പര്യമില്ല. അതുകൂടാതെ ഈ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഇതുള്ള ഒരാളുണ്ട്, അതിൻ്റെ ട്രസ്റ്റ് നടത്തുന്ന ഒരാൾ അടുത്തുണ്ട്. അയാളും പറഞ്ഞു ഇതേപോലെ അവരുടെ സിസ്റ്റർമാർ ഒരാളുണ്ട്, അപ്പോൾ ഇതിന് കൗൺസിലിങ്ങിന് 2 ആളെയും കൂടി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അതിനും സമ്മതിച്ചില്ല. ഒന്നിനും കൗൺസിലിങ്ങിന് ഒന്നിനും പോകണ്ട, അതൊന്നും മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് തന്നെത്താനെ മാറുമെന്നും പറഞ്ഞ് അമ്പലങ്ങളിലും മറ്റുമൊക്കെ പോയി നടക്കുമായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന അതിന്നും പറഞ്ഞ്.
നിലവിൽ ഈ പരാതി കൊടുത്തതിന് ശേഷമേ ഈ ഭർത്താവ് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തോ? ഇല്ല, പരാതി കൊടുത്ത് പിന്നെ വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം അനിയൻ്റെ ഫോണിട്ട് വിളിച്ചായിരുന്നു. ഞങ്ങൾ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് പോണ വരെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അതുവരെ. പിന്നെ എങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഫോൺ എടുത്ത് രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച അവിടെ പോലീസുകാർക്ക് വീട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം തിങ്കളാഴ്ച വീട് കാണിച്ചു കൊടുക്കാൻ ചെല്ലാൻ പറഞ്ഞ് അവിടെ ഞാനും അമ്മയും അച്ഛനും അനിയനും ഒക്കെ കൂടിയേ പോയേ. അന്നേരം അവിടെ ഫോൺ രണ്ട് സ്വിച്ച് ഓഫാണ്. കാറും അവിടെ ഉണ്ടായില്ലായിരുന്നു. വീടെല്ലാം പൂട്ടിയിട്ട് എല്ലാ ജനലും വാതിലൊക്കെ പൂട്ടിയിട്ടിട്ട് പോയേക്കുമായിരുന്നു. എവിടേക്ക് പോയെന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞത്. പോലീസുകാരുടെ അടുത്താണ് പറഞ്ഞത്. അത് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഇറങ്ങണ്ടെന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ ഒരു ലേഡി കോൺസ്റ്റബിളും ഒരു ആണും ഉണ്ടായിരുന്നു. അപ്പം അവരോടൊന്നും പറഞ്ഞില്ല. അപ്പം എന്നിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞ അവര്. 28ാമത്തെ ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുക്കളയിലേക്കൊക്കെ കയറാൻ പാടുള്ളൂ എന്നുള്ള ഇതുണ്ട്. അപ്പം അത് ഞാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വരാൻ പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തായിരുന്നു താഴത്തേക്ക്. അപ്പം കൈ ഇതായി കുത്തി വീഴുകയൊക്കെ ചെയ്തു. അപ്പം അന്നേരം ഇതായിരുന്നു എന്നെ ഇതായിട്ട്. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരുടെ ഇതിൽ ഒരു ഇതാവുന്നുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ ഇതിൽ ആവാനായിട്ടാണ് ഇരിക്കണത്. കേസായിട്ട് മുമ്പോട്ട് പോകാനായിട്ടൊക്കെയാണ് തീരുമാനിച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് ആ കേസിൽ പോലീസുകാരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എല്ലാവരും ഇട്ട്. അപ്പോൾ മൊഴി എടുത്തായിരുന്നു.